MR വെറ്ററിനറി കോളേജ് ഡൽഹിയിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്താൽ നമുക്കിവിടെ എത്താൻ പറ്റും. സ്ഥലം വേറൊന്നല്ല, ജജ്ജർ. ഹരിയാനയിലെ ഏറ്റവും സുന്ദരമായ ഒരു പ്രദേശങ്ങളിലൊന്നെന്ന് തന്നെ പറയാം. MR വെറ്ററിനറി കോളേജ് നമ്മൾ ഇന്ത്യയിൽ പ്രൈവറ്റ് വെറ്ററിനറി കോളേജുകളുടെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഒരു 5-മത്തെയോ 6-മത്തെയോ ഒരു വെറ്ററിനറി കോളേജാണ് MR എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രൈവറ്റ് വെറ്ററിനറി കോളേജസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാജസ്ഥാനാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഹരിയാനയിൽ പ്രൈവറ്റ് വെറ്ററിനറി കോളേജുകൾ വരുന്നത്. സോ കാരണം ഈ ഒരു കോളേജിനെ സംബന്ധിച്ചിട്ട് പെർമനൻറ്റ് അപ്രൂവൽ ഉള്ള ഒരു കോളേജാണ് MR വെറ്ററിനറി കോളേജ് എന്ന് പറയുന്നത്. സ്വന്തമായി എല്ലാ ഫെസിലിറ്റീസും, അതായത് ലബോറട്ടറീസ് ആയാലും അത് കൂടാണ്ട് ഫാം ആയാലും ദെൻ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ക്യാമ്പസ് തന്നെയാണ് ഹോസ്റ്റൽ വരുന്നത്. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ ഹോസ്റ്റൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ് വരുന്നത്. അങ്ങനെ എല്ലാ ഫെസിലിറ്റികളും ഉള്ള ഒരു മികച്ച ഒരു വെറ്ററിനറി കോളേജാണ് MR വെറ്ററിനറി കോളേജ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ അവരുടെ ഒരു റിസൾട്ട് നോക്കുകയാണെങ്കിൽ ലാലാ ലജ്പത് റായ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് നമ്മുടെ ഈ ഒരു കോളേജ് വരുന്നത്. അതായത് ലുവാസ് എന്ന് പറയും. നമ്മൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് വെറ്ററിനറി സയൻസ് പോലെ ഇവിടുത്തെ ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് ലുവാസ്. അപ്പോൾ ലുവാസിൽ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ റിസൾട്ടുള്ള ഒരു കോളേജ് കൂടിയായിരുന്നു MR. നമ്മൾ സ്റ്റഡീസിൻ്റെ കാര്യം അല്ലെങ്കിൽ ഇവരുടെ ഒരു അക്കാഡമിക്സ് അത് കൂടാണ്ട് സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റീസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കോളേജസ് തന്നെയാണ് MR എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഒരു അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻസ് എടുക്കാനായിട്ട് നമുക്ക് നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പോസിബിലിറ്റി ഉള്ളത്. ഇനി നമ്മൾ NRI കോട്ടയിലോട്ട് പോകുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിലും അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വെറ്ററിനറിക്ക് നീറ്റ് കമ്പൽസറി ആക്കി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 മുതലാണ്. ഈ വർഷവും ആ ഒരു പാറ്റേണിൽ തന്നെയാണ് അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വെറ്ററിനറി പ്രൈവറ്റ് സെക്ടറിൽ പഠിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നൊരു സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ മാനേജ്മെൻറ്റ് കോട്ടയാണെങ്കിൽ എനിഹൗ നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആവണം. ഇനിയില്ല നിങ്ങൾ പോകാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ NRI കോട്ടയായാലും നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല എന്ന രീതിയിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ നമുക്ക് എന്ത് വേണ്ട, നീറ്റ് ക്വാളിഫൈഡ് ആവേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ ഇനി നമ്മൾ MR കോളേജിലോട്ട് വരുന്ന സമയത്ത് MR കോളേജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോളേജ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജജ്ജർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കോളേജ് വരുന്നത്. ഓക്കെ, നമുക്ക് ബഡ്ജറ്റീവായിട്ട് വെറ്ററിനറി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കോളേജാണ് MR വെറ്ററിനറി കോളേജ്. നമ്മൾ കേരളത്തിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തു നിന്നും നമ്മുടെ ഇവിടെ സ്റ്റുഡൻസ് ഓൾറെഡി ഉണ്ട്. അതിപ്പോൾ ഫസ്റ്റ് ഇയർ മുതൽ നമ്മുടെ ഒരു 5th ഇയർ വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ദെൻ നമ്മളിവിടെ ഒരു ഫാം അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് വരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ വലിയൊരു കാറ്റിൽ ഫാം അവൈലബിൾ ആണ്. നമ്മൾ പ്രൈവറ്റ് കോളേജുകൾ എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാറ്റിൽ ഫാം അവൈലബിൾ ആയിട്ടുള്ള ഒരു കോളേജാണ് MR. അത് കൂടാണ്ട് പൗൾട്രി, പിഗ്, ഹൗസ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ക്ലിനിക്കൽ സൈഡ് സ്റ്റുഡൻസിന് യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഒരിക്കലും ഫേസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അത് കൂടാണ്ട് ഇവർക്ക് കോളേജിൻ്റെ ഉള്ളിൽ തന്നെ ഓണായിട്ടുള്ളൊരു ക്ലിനിക്ക് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്ത് വരുന്നുണ്ട്, എല്ലാ ദിവസവും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിനിക്കിൽ ഡൊമസ്റ്റിക് അനിമൽസ് വരുന്നുണ്ട്. അത് കൂടാണ്ട് പെറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് ക്ലിനിക്കൽസിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രോബ്ലം എന്ത് ചെയ്യുന്നില്ല MRൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സെക്കൻഡ് ഇയർ മുതൽ, ഫസ്റ്റ് ഇയർ ടോട്ടലായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നോൺ ക്ലിനിക്കൽ സബ്ജക്റ്റുകളാണ്. സെക്കൻഡ് ഇയർ മുതലാണ് എന്ത് വരുന്നത്, നമുക്ക് ക്ലിനിക്കൽ സബ്ജക്റ്റുകൾ വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയർ മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഓൺ ക്ലിനിക്കിൽ പോയിട്ട് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിനിക്കൽസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും എന്തുണ്ട് ഇവിടെ അവൈലബിൾ ആണ് എന്നതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഹോസ്റ്റലിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ നമുക്ക് എന്തുണ്ട്, 2 ഷെയറിംഗ് ഓപ്ഷൻസും അവൈലബിൾ ആണ്, 3 ഷെയറിംഗ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. AC ഹോസ്റ്റൽസ് മാത്രമാണുള്ളത്, നോൺ AC ഹോസ്റ്റൽസ് ഇവിടെ ഇല്ല. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ സമ്മർ ആവുന്ന സമയത്ത് നന്നായിട്ട് ചൂട് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ AC വെച്ചിട്ട് സ്റ്റുഡൻസിന് മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഹോസ്റ്റൽസ് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ ഹോസ്റ്റൽസ് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഗേൾസിൻ്റെ ഹോസ്റ്റൽ നമ്മൾ കയറി വരുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു പോർഷനിലായിട്ടാണ് നമ്മുടെ ഗേൾസിൻ്റെ ഹോസ്റ്റൽ വരുന്നത്. ബോയ്സിൻ്റെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതാണ് നമ്മുടെ ഒരു ക്യാമ്പസിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് എന്തുള്ളത്, നമ്മുടെ ബോയ്സിൻ്റെ ഹോസ്റ്റൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ മെസ്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇൻസൈഡ് ക്യാമ്പസ് തന്നെ മെസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഭയങ്കര കംഫർട്ടായിട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഒരു കോളേജ് ഉള്ളത്. ഓക്കെ, സോ നമ്മൾ +2 കഴിഞ്ഞു, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നീറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞു, നീറ്റിൻ്റെ എക്സാമൊക്കെ എഴുതി അങ്ങനെ നിൽക്കുന്നൊരു സ്റ്റുഡൻ്റാണ്. നിങ്ങൾക്ക് വെറ്ററിനറി പഠിക്കണമെന്നാണ് നിങ്ങളൊരു പ്ലാൻ ഉള്ളത്. അതും വളരെ ബഡ്ജറ്റീവായി നല്ലൊരു കോളേജിൽ വെറ്ററിനറി പഠിക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 101% നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച കോളേജ് തന്നെയാണ് നമ്മുടെ MR വെറ്ററിനറി കോളേജ് എന്ന് പറയുന്നത്. സോ MR വെറ്ററിനറി കോളേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെറ്ററിനറിക്ക് അഡ്മിഷൻ എടുക്കണം. അത് കൂടാണ്ട് MR വെറ്ററിനറി കോളേജിൽ പഠിക്കുന്ന ഏതെങ്കിലുമൊക്കെ കുട്ടികളായിട്ടൊക്കെ വിളിച്ച് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷനെ കുറിച്ച് അറിയുന്നതിനും അത് കൂടാണ്ട് ഈ ഒരു കോളേജിലുള്ള സീനിയേഴ്സായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം എങ്ങനെയാണ് ഈ ഒരു കോളേജ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ സൈഡിൽ നിന്ന് തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു കോളേജിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.